നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൌക്കി കുന്നിൽ ജംഗ്ഷൻ മുതൽ മയിൽപ്പാറ മജൽ ഉജിർക്കര റോഡ് പണി പൂർത്തിയാകും മുൻപേ തുറന്നുകൊടുത്തതായി പരാതി. പ്രതീകാത്മക ഉദ്ഘാടനം നടത്തി പ്രതിഷേധിച്ച് നാട്ടുകാർ. നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമം. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. ചെറുവത്തൂരിൽ ഭിന്നശേഷി വാരാചരണത്തിന് സമാപനമായി. നാടൻ പാട്ടരങ്ങും വിവിധ കലാസാംസ്കാരിക പരിപാടികളും വാരാചരണത്തെ വേറിട്ടതാക്കി. NVF ദേശീയ സമ്മേളനവും ജില്ലാ കുടുംബ സംഗമവും 15-ന് കാസർഗോട്ട് നടക്കും. സരസ്വതി മഹാസ്വാമി ഉദ്ഘാടനം ചെയ്യും. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ 13-ന് പാട്ടുത്സവം ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ഓലയും കൊലയും കൊത്തൽ ചടങ്ങ് നടന്നു. കാസർഗോഡ് ജില്ലാ ബധിര കായികമേള കാഞ്ഞങ്ങാട് ഹൊസ്തുർഗ് മിനി സ്റ്റേഡിയത്തിൽ നടന്നു. ചെർക്കള മാർത്തോമ സ്കൂൾ ചാമ്പ്യന്മാർ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ചൌക്കി കുന്നിൽ ജംഗ്ഷൻ മുതൽ മയിൽപ്പാറ മജൽ ഉജിർക്കര റോഡ് പണി പൂർത്തിയാകും മുൻപേ തുറന്നുകൊടുത്തുവെന്നാരോപിച്ച് വേറിട്ട പ്രതിഷേധം നടത്തി നാട്ടുകാർ. മജൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ഉദ്ഘാടനം നടത്തിയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഭിന്നശേഷിക്കാരായ 3 പേർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തതും പ്രതിഷേധത്തെ വേറിട്ടതാക്കി. നവീകരണത്തിനായി കിളച്ച് അറ്റകുറ്റപ്പണികൾ നടന്നുവരുന്ന ചൌക്കി കുന്നിൽ ജംഗ്ഷൻ മുതൽ മയിൽപ്പാറ വരെയുള്ള 350 മീറ്റർ റോഡ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി ഉദ്ഘാടനം ചെയ്ത് പ്രതിഷേധിച്ചു. പണി പൂർത്തിയാകും മുൻപേ MLAയുടെ നേതൃത്വത്തിൽ ആരെയും അറിയിക്കാതെ റോഡ് ഉദ്ഘാടനം ചെയ്തുവെന്നാരോപിച്ചാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ വേറിട്ട പ്രതിഷേധം നടത്തിയത്. ഇനിയും 100 മീറ്ററോളം റോഡ് പൂർത്തിയാകുവാനിരിക്കെയാണ് പ്രദേശത്തെ വാർഡ് അംഗങ്ങളെ പോലും അറിയിക്കാതെ MLAയും പഞ്ചായത്ത് പ്രസിഡന്റും വന്ന് ശനിയാഴ്ച ഉദ്ഘാടനം നടത്തിയതെന്നാണ് ജനകീയ സമരസമിതിയുടെ ആരോപണം. ഭിന്നശേഷിക്കാരായ സുധാകരൻ മജൽ, ശ്രീധരൻ നീർച്ചാൽ, ദാമോദര പണ്ഡിറ്റ് എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നടത്തിയത്. ചടങ്ങിൽ സമരസമിതി നേതാക്കളായ M സലീം, റിയാസ്, മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രമീള മജൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗിരീഷ്, ജുബൈരിയ, സുലോചന, ഷമീമ സാദിഖ് എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുത്തു. ഈ റോഡിന് നമ്മുടെ ആദരണീയനായിട്ടുള്ള MLA 50 ലക്ഷം രൂപ നമ്മുടെ മെക്കാടം റോഡിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ പൊതു അഭ്യർത്ഥന മാനിച്ച് ഫണ്ട് വെക്കുകയും ആ ഫണ്ട് ചില കാരണങ്ങൾ കൊണ്ട് അതിൽ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ ജനകീയ സമരസമിതി എന്ന രീതിയിൽ നമ്മൾ ഇടപെട്ടുവെങ്കിലും അതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ഈ വാർഡിൻ്റെ വികസനത്തിന് ഒരു മുരടിപ്പ് കാണിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഈ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ഉദ്ഘാടനത്തിലേക്ക് നമ്മളെ വഴിവെച്ചത്. ഇതിൽ ഏറ്റവും അതിശയോക്തമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഇന്നലെ ഈ റോഡിൻ്റെ അവസാന ഘട്ടമാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം, മയിൽപ്പാറ സ്ഥലം. അവസാന ഘട്ടത്തിൽ ഓവർസിയർ, എഞ്ചിനീയർ എല്ലാവരും നിന്നിട്ട് പണിയെടുക്കെ തന്നെ അപ്പുറത്തെ ഭാഗത്ത് വന്നിട്ടിട്ട് MLAയും കുറച്ച്, അതായത് MLAനെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ പണി പൂർത്തിയായി, ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറയുന്നത് ഇവിടുത്തെ പ്രാദേശിക ആളുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ശരിക്കും ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ റോഡിൻ്റെ മറുവശത്ത് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിച്ചത്, ജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് അവർ കൊടുത്തതെന്നുള്ള അറിയുന്നില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. ആശുപത്രിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജ് നടത്തി. 2 SFI പ്രവർത്തകർക്കും ഒരു പോലീസുകാരനും ലാത്തിചാർജിൽ പരിക്കേറ്റു. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് ഹോസ്റ്റൽ മുറിയിൽ വിദ്യാർത്ഥിനിയെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. ആശുപത്രിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചവരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജ് നടത്തി. 2 SFI പ്രവർത്തകർക്കും ഒരു പോലീസുകാരനും ലാത്തിചാർജിൽ പരിക്കേറ്റു.
സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് SFI വ്യക്തമാക്കി. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് മൻസൂർ ആശുപത്രിയിലെ 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ചൈതന്യയെ ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹോസ്റ്റൽ വാർഡന്റെ മോശം പെരുമാറ്റമാണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്നാണ് സഹപാഠികളുടെ ആരോപണം. നടപടി ആവശ്യപ്പെട്ട് ആശുപത്രിക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. തുടർന്ന് ഹോസ്ദുർഗ് പോലീസ് സ്ഥലത്തെത്തുകയും ആശുപത്രി മാനേജ്മെന്റുമായും വിദ്യാർത്ഥി പ്രതിനിധികളുമായും ചർച്ച നടത്തുകയും ചെയ്തു. ചർച്ചയിൽ വാർഡനെ താൽക്കാലികമായി മാറ്റി നിർത്താനും ഹോസ്റ്റലിലെ മൊബൈൽ ഫോൺ വിലക്ക് പിൻവലിക്കാനും തീരുമാനമായി. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടിയുടെ നില ഗുരുതരമാണ്. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പെൺകുട്ടി ചികിത്സയിലുള്ളത്. സംഭവത്തിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും കുറ്റം ചെയ്തവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും അന്വേഷണത്തിൽ പോലീസുമായി സഹകരിക്കുമെന്നും നഴ്സിംഗ് കോളേജ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജ് നടത്തി. ലാത്തിചാർജിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ആശുപത്രിക്ക് മുന്നിൽ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ആശുപത്രിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും പിന്നീടത് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തിചാർജ് നടത്തേണ്ടി വന്നു. ലാത്തിചാർജിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. ജോമോൻ ജോസിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. രാവിലെ മൻസൂർ ആശുപത്രിയിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രി കോമ്പൗണ്ടിലേക്ക് തള്ളിക്കയറി ABVP പ്രവർത്തകരുടെ പ്രതിഷേധം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജ് നടത്തി. 5ഓളം പ്രവർത്തകർക്ക് പരിക്കേറ്റു. നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രി കോമ്പൗണ്ടിലേക്ക് തള്ളിക്കയറി ABVP പ്രവർത്തകർ. ആശുപത്രിക്കുള്ളിലേക്ക് കടന്ന പ്രവർത്തകർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തിചാർജ് നടത്തേണ്ടി വന്നു. ലാത്തിചാർജിൽ 5ഓളം പ്രവർത്തകർക്ക് പരിക്കേറ്റു. ABVP ജില്ലാ സെക്രട്ടറി ശിവപ്രസാദ്, പ്രവർത്തകരായ വിഷ്ണു മരക്കാപ്പ്, അബിൻ, മനോജ് തുടങ്ങിയ 5ഓളം പേർക്കാണ് പരിക്കേറ്റത്. നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മൻസൂർ ആശുപത്രിയിലേക്ക് SFIയും യൂത്ത് കോൺഗ്രസും നടത്തിയ മാർച്ചുകൾ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ABVP കാഞ്ഞങ്ങാട് നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്കുള്ളിലേക്ക് തള്ളിക്കയറി പ്രതിഷേധിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരസഭ മോഡൽ CDSന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് നഗരസഭാ മോഡൽ CDSന്റെ നവീകരിച്ച ഓഫീസ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു.
നമുക്ക് പദ്ധതിയിൽ കിട്ടുന്നതിനേക്കാളും തുകകൾ വിനിയോഗിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് നാം പോലും അറിയാതെ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് പരമായിട്ട് ഇവിടെ നൽകപ്പെടുന്ന ഒരു സംവിധാനം കുടുംബശ്രീയിലുണ്ട് എന്നുള്ളത്. നമ്മുടെ നഗരസഭയ്ക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഫണ്ടുകൾ നമുക്ക് ഈ മേഖലയിൽ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മുമ്പതിൽ നിൽക്കാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഇനിയും അങ്ങോട്ട് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. CDS ചെയർപേഴ്സൺ ആയിഷ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീത്ത, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിയാന ഹനീഫ്, ADMC-മാരായ ഹരിദാസ്, ഇക്ബാൽ, DPM കൗൺസിലർമാർ, സിറ്റി മിഷൻ മാനേജർ ബിനീഷ്, അക്കൗണ്ടന്റ് പ്രിയ, CO അർച്ചന, കമ്മ്യൂണിറ്റി കൗൺസിലർ, കൺവീനർമാരായ ഷാഹിദ യൂസഫ്, ദേവയാനി, സെറീന, ആശ, CDS മെമ്പർമാരായ സുഹറ അബ്ദുൾ റഹ്മാൻ, സാഹി മുഹമ്മദ്, പ്രമീള എന്നിവർ സംസാരിച്ചു. വിവിധ ബാങ്കുകളെ പ്രതിനിധീകരിച്ച് പഞ്ചാബ് നാഷണൽ ബാങ്ക് മാനേജർ, കേരള ബാങ്ക് മാനേജർ, യൂണിയൻ ബാങ്ക് മാനേജർ, SBI സ്റ്റാഫ്, CDS അംഗങ്ങൾ, അയൽക്കൂട്ട പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. CDS വൈസ് ചെയർപേഴ്സൺ ഷക്കീല മജീദ് സ്വാഗതവും മെമ്പർ സെക്രട്ടറി ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് ബൈക്കിൽ ഗുഡ്സ് ടെമ്പോ ഇടിച്ചുണ്ടായ അപകടത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 മഞ്ചേശ്വരം രാഗൻ ജംഗ്ഷന് സമീപം മേഴ്സി ഹാളിന് എതിർവശത്തുള്ള സർവീസ് റോഡിലാണ് അപകടമുണ്ടായത്. മഞ്ചേശ്വരത്ത് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബുള്ളറ്റ് ബൈക്കിൽ ഗുഡ്സ് ടെമ്പോ ഇടിച്ചുണ്ടായ അപകടത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. മംഗളൂരു ശ്രീനിവാസ കോളേജിലെ BBA വിദ്യാർത്ഥികളും കാസർഗോഡ് ചെമ്മനാട് ദേളി സ്വദേശികളുമായ രക്ഷിത്, ദീപിക എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇതിൽ രക്ഷിതിന്റെ നില ഗുരുതരമാണ്. ഇവരെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മഞ്ചേശ്വരം രാഗം ജംഗ്ഷന് സമീപം മേഴ്സി ഹാളിന് എതിർവശത്തുള്ള സർവീസ് റോഡിലാണ് അപകടം നടന്നത്. മംഗളൂരു ഭാഗത്തു നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബുള്ളറ്റ് ബൈക്കിൽ എതിർവശത്തു നിന്ന് വന്ന ഗുഡ്സ് ടെമ്പോ ഇടിക്കുകയായിരുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. നാടൻ പാട്ടരങ്ങും വിവിധ കലാസാംസ്കാരിക പരിപാടികളുമായി ഭിന്നശേഷിക്കാരെയും കുടുംബാംഗങ്ങളെയും ചേർത്ത് നിർത്തി സമഗ്ര ശിക്ഷ കേരളം ചെറുവത്തൂർ BRCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി വാരാചരണത്തിന് സമാപനമായി. കാലിക്കടവ് കരക്കീരു ഫ്രണ്ട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 3 മുതൽ ഭിന്നശേഷിക്കാരെ ഒരുമിച്ച് ചേർത്ത് വിവിധങ്ങളായ പരിപാടികൾ നടന്നുവരികയായിരുന്നു. വാരാചരണത്തിന്റെ സമാപന ഭാഗമായി ഭിന്നശേഷി കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും സംഗമവും നടന്നു. നാടൻപാട്ട് കലാകാരൻ അഖിൽ ചന്ദേരയുടെ പാട്ടരങ്ങും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും സംഗമത്തിൽ അരങ്ങേറി. ഭിന്നശേഷി സൗഹൃദ വിദ്യാലയങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി വിദ്യാർത്ഥികൾക്കായി ചിത്രരചന, മറ്റ് വിവിധ മത്സരങ്ങൾ എന്നിവ നടന്നു. ഭിന്നശേഷിക്കാർ ഒറ്റയ്ക്കല്ലെന്നും സമൂഹം ഒന്നാകെ ഒപ്പമുണ്ടെന്നും ഓർമ്മപ്പെടുത്തി പാതയോരത്ത് ക്യാൻവാസിൽ വർണ്ണക്കൂട്ടങ്ങൾ ഒരുക്കിയിരുന്നു. ശാരീരിക മാനസിക വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ അതിജീവിച്ച് വിജയരഥത്തിലേറിയ കലാകായിക പ്രതിഭകളെയും സമാപന ചടങ്ങിൽ ആദരിച്ചു. രക്ഷാകർതൃ ശാക്തീകരണവും വിവിധ ദിവസങ്ങളിലായി നടന്നു. കാലിക്കടവ് കരക്കേരു ഫ്രണ്ട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്തരം കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. അതിന് തെളിവാണ് നമ്മുടെ കഴിഞ്ഞ മാസം നടന്ന ചരിത്രത്തിൽ ആദ്യമായി കലാകായിക മേളകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഭിന്നശേഷി കുട്ടികളുടെ ഒരു അവസരം നമുക്കാണ്. ഭിന്നശേഷി കായിക മേള നടക്കുന്നത്, ഭിന്നശേഷി കലാമേള നടക്കുന്നത്. എന്നാൽ അവരോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരിൽ ഒരാളായി നമുക്ക് പരിപാടിയിൽ പങ്കെടുക്കണമെന്നൊരു ആശയം സർക്കാർ
ഈ വർഷം. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം പി രേഷ്ണ, ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ, അഖിൽ ചന്ദേര, കെ പി ഷാനിബ, എൻ വൃന്ദ എന്നിവർ സംസാരിച്ചു. സംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ NVF ദേശീയ സമ്മേളനവും ജില്ലാ കുടുംബ സംഗമവും 15-ന് കാസർഗോഡ് നടക്കും. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സരസ്വതി മഹാസ്വാമി ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ NVF കാസർഗോഡ് ദേശീയ സമ്മേളനവും ജില്ലാ കുടുംബ സംഗമവും കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കും. സരസ്വതി മഹാസ്വാമി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംഘടനയുടെ ജില്ലാതലം മുതൽ സംസ്ഥാന ദേശീയ തലം വരെയുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഡിസംബർ 15-ാം തീയതി ഞങ്ങളെ 15ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളെ വിശ്വകർമ്മ സമുദായത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന സ്വാമിജി ശ്രീ കാളഹസ്തേന്ദ്ര സരസ്വതി മഹാസ്വാമികളെ ബന്ധിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. NVF ദേശീയ പ്രസിഡന്റ് സീതാറാം ആചാര്യ, ദേശീയ ജനറൽ സെക്രട്ടറി രാഘവൻ കൊളത്തൂർ, ദേശീയ ട്രഷറർ രാഘവൻ ദൊഡ്ഡുവയൽ, ദേശീയ കമ്മിറ്റി മെമ്പർ വാസന്തി ജെ ആചാര്യ, സംസ്ഥാന പ്രസിഡന്റ് അംബി CK എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗം നടന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ഉദ്യാവറ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അതിർത്തി പ്രദേശത്തെ ഈ സ്കൂളിനെ സമ്പൂർണ്ണ ഹൈടെക് സ്കൂളാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളിൽ കൈകോർക്കുവാൻ യോഗത്തിൽ തീരുമാനമായി. കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിപുലമായ യോഗം ചേർന്നു. നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ഉദ്യാവറ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ബാലകൃഷ്ണ ജി, സ്കൂളിലെ വിരമിച്ച അധ്യാപകൻ ഈശ്വര മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സ്കൂൾ PTA പ്രസിഡന്റ് അഷ്റഫ് ചുക്കുരു, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ദയാകര മാട, വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് തങ്ങൾ, ഹനീഫ് ഷാർജ ജബ്ബാർ, കലീൽ ബജാൽ, സുജാത, ഹിരണാക്ഷി, രേണുക, പ്രവീൺ എന്നിവർ സംസാരിച്ചു. അതിർത്തി പ്രദേശത്തെ ഈ സ്കൂളിനെ സമ്പൂർണ്ണ ഹൈടെക് സ്കൂളാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളിൽ കൈകോർക്കുവാനും നാടിൻ്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നതിനായുള്ള ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുവാനും യോഗത്തിൽ തീരുമാനിച്ചു. പഴയകാല ഓർമ്മകൾ അയവിറക്കുവാനും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും വേണ്ടി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ജനറൽ ബോഡി യോഗം 13-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് സ്കൂൾ ഹാളിൽ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. സ്കൂളിലെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിനായി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ എല്ലാ പൂർവ്വ ವಿದ್ಯಾರ್ಥಿകളും പങ്കെടുക്കണമെന്ന് ಭಾರವಾಹಿಗಳು ಅಭ್ಯರ್ಥಿಸಿತು. ನಮ್ಮ ಶಾಲೆ ಇನ್ನೂ ಸರ್ವಾಂಗೀಣ ಬೆಳವಣಿಗೆಯನ್ನು ಪಡಿಬೇಕಾಗಿದೆ. ಅದಕ್ಕಾಗಿ ಇಲ್ಲಿ ಕಲಿತು ಹೋಗಿರುವ ಎಲ್ಲ ವಿದ್ಯಾರ್ಥಿಗಳು ಒಟ್ಟು ಸೇರಿ ಈ ಅಭಿವೃದ್ಧಿ ಕಾರ್ಯದಲ್ಲಿ ಪಾಲ್ಗೊಳ್ಬೇಕು. ಅದಕ್ಕಾಗಿ ನಾಡಿದ್ದು 13ನೇ ತಾರೀಕಿಗೆ ಮಹಾಸಭೆಯನ್ನು ಹಳೆ ವಿದ್ಯಾರ್ಥಿ ಮಹಾಸಭೆಯನ್ನು ಕರೆದಿದೆ. ಅದರಲ್ಲಿ ಎಲ್ಲರೂ ಭಾಗವಹಿಸಬೇಕು. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അടുത്ത വർഷം മാർച്ച് 5 മുതൽ 12 വരെ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ ഡിസംബർ 13-ന് പാട്ടുത്സവം ആരംഭിക്കും. 8 നാൾ നീളുന്ന പാട്ടുത്സവത്തിന് മുന്നോടിയായി ഓലയും കൊലയും കൊത്തൽ ചടങ്ങ് നടന്നു. രാമവില്യം കഴകവളപ്പിലെ തെങ്ങിൽ നിന്ന് കൊത്തിയിട്ട ഓലയുടെ ദിക്കും ദിശയും ഗണിച്ച് ജന്മകണിശൻ ബാബു ജോത്സ്യരും ഭാസ്കരൻ ജോത്സ്യരും പാട്ടുത്സവത്തിന്റെ ശുഭാശുഭം കുറിച്ചു. രാമവില്യം കഴകത്തിലെയും ഉപക്ഷേത്രങ്ങളായ ഒളവറ മുണ്ട്യ, കൂലേരി മുണ്ട്യ, പേക്കടം കുറുവാപ്പള്ളിയറ, തടിയൻ കൊവൽ മുണ്ട്യ, പടന്ന മുണ്ട്യ എന്നിവിടങ്ങളിലെയും ആചാരസ്ഥാനികരും ബാല്യക്കാരും ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഡിസംബർ 12-ന് ബീരിച്ചേരി മനപരിസരത്ത് നിന്ന് വാദ്യമേളങ്ങളുടെയും മറ്റും അകമ്പടിയിൽ പാട്ടുത്സവ വിളംബര ഘോഷയാത്ര ആരംഭിക്കും. 13-ന് തൃക്കരിപ്പൂർ ചക്രപാണി മഹാക്ഷേത്രം, ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നു ദീപവും തിരിയും എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതോടെ പാട്ടുത്സവ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് കഴകം വനിതാ കമ്മിറ്റി കാർത്തിക വിളക്കൊരുക്കും. 2ാം പാട്ടുത്സവം മുതൽ എല്ലാ ദിവസവും കഴകം ആധ്യാത്മിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹസ്രദീപം സമർപ്പണം നടത്തും. 16-ന് 4ാം പാട്ടിന് കാവില്യാട്ട് കാവിലേക്ക് പരിവാര സമേതം ദേവനർത്തകർ എഴുന്നള്ളും. 4ാം പാട്ടുത്സവം കാവില്യാട്ട് കാവിലാണ്. സർവൈശ്വര്യ വിളക്ക് പൂജയും നടക്കും. 18-ന് നെയ്യുകൂട്ടൽ ചടങ്ങ് നടത്തും. 20-ന് കളത്തിലരിയും എഴുന്നള്ളത്തും.
തുടർന്ന് ആവേശകരമായ തേങ്ങയേറോടെ പാട്ടുത്സവം സമാപിക്കും. ഉത്സവ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ കരോക്കെ ഗാനമേള, ഭജനാമൃതം, നൃത്തവിസ്മയം തുടങ്ങിയ പരിപാടികൾ അരങ്ങിലെത്തും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മുഗു കിളിങ്കാർ നീർച്ചാൽ റോഡിൽ യാത്രക്കാർക്ക് ദുരിതം. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പരാതി നൽകിയെങ്കിലും അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത് കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. 100 വർഷം പഴക്കമുള്ള മുഗു കിളിങ്കാർ നീർച്ചാൽ റോഡ് കാൽനട യാത്രക്കാരെയും വാഹനയാത്രക്കാരെയും ഒരുപോലെ വലയ്ക്കുകയാണ്. ആശുപത്രികളിലേക്ക് പോകാനും സ്കൂളുകളിലേക്ക് പോകാനും മറ്റുമായി നിരവധി പേർ ആശ്രയിക്കുന്ന റോഡാണിത്. എന്നാൽ റോഡ് തകർന്ന് കാലമിത്രയായിട്ടും നിരവധി തവണ പരാതിപ്പെട്ടിട്ടും റോഡ് നന്നാക്കുവാൻ അധികൃതർ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതോടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആശുപത്രിയിൽ പോകാൻ പോലും ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികളെ പകുതി വെച്ച് ഇറക്കി നടത്തിക്കൊണ്ടുപോകേണ്ട സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് തന്നെ അധികൃതർ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനതല സ്കൂൾ ശാസ്ത്രമേളയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. SFI കാലിച്ചാനടക്കം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ഉദ്ഘാടനം ചെയ്തു. SFI കാലിച്ചാനടക്കം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല സ്കൂൾ ശാസ്ത്രമേളയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കാലിച്ചാനടക്കം ലോക്കൽ പരിധിയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ഉദ്ഘാടനം നിർവഹിച്ചു. ലോക്കൽ പ്രസിഡന്റ് നന്ദന സുരേഷ് അധ്യക്ഷത വഹിച്ചു. SFI കാലിച്ചാനടക്കം ലോക്കൽ സെക്രട്ടറി പ്രണവ് കായക്കുന്ന് സ്വാഗതം പറഞ്ഞു. കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ ജഗന്നാഥ് MV, SFI മുൻ ഏരിയ കമ്മിറ്റി അംഗം അജിത് പെരളം, SFI കാലിച്ചാനടക്കം സ്കൂൾ യൂണിറ്റ് പ്രസിഡന്റ് അഭിരാം രാജേന്ദ്രൻ, ലോക്കൽ ജോയിന്റ് സെക്രട്ടറി ആദർശ് രാജേന്ദ്രൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അർജുൻ TV, അഭിനവ് E അരുൺ, നന്ദന ജയചന്ദ്രൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പിലിക്കോട് രേരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ അടുത്ത വർഷം മാർച്ച് 3 മുതൽ 10 വരെ നടക്കുന്ന അഷ്ടബന്ധ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ധനസമാഹരണവും നടന്നു. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. മഹോത്സവ നടത്തിപ്പിനായുള്ള സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ധനസമാഹരണവും നടന്നു. ധനസമാഹരണം പാലാട്ട് മീത്തലെ വീട്ടിൽ ദേവകിയമ്മയിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ച് ചലച്ചിത്ര സംഗീതജ്ഞൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രഹ്മകലശ മഹോത്സവ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. സംഘാടക സമിതി ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് ഈ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ അതോടൊപ്പം ശ്രീ രേരമംഗലം ഭഗവതിയുടെ അനുഗ്രഹത്തോടുകൂടി ഞാൻ അവിടെ നടന്നു ശിലാഫലം അനാച്ഛാദനം ചെയ്തുകൊണ്ടും വീണ്ടുപരിസരം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ MV തമ്പാൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ MP പത്മനാഭൻ, ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ NV രവീന്ദ്രൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ M മഹേഷ്, PK വിനയകുമാർ, P പത്മനാഭൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര ഉപക്ഷേത്ര ആചാരസ്ഥാനികരും ഊരാള കുടുംബ പ്രതിനിധികളും സംഘാടക സമിതി ഭാരവാഹികളും മാതൃസമിതി ഭാരവാഹികളും അംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ 100 കണക്കിന് പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചെർക്കള ബേവിഞ്ച EMS സ്മാരക വായനശാലയുടെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 16ഓളം ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ് TMA കരീം ഉദ്ഘാടനം ചെയ്തു. ചെർക്കള ബേവിഞ്ച അഴീക്കോട് നഗർ EMS സ്മാരക വായനശാലയുടെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഉത്തരമേഖല ഇൻവിറ്റേഷൻ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 16ഓളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറിയും CPIM കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ TMA കരീം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചു വരികയാണ്. പുതിയ കാലത്ത് ജാതിയും മതവും അതിർവരമ്പുകൾ സൃഷ്ടിക്കാത്ത വിധം മനുഷ്യനെ ഒന്നായി കണ്ടുകൊണ്ട് മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തിൻ്റെ സർവോന്മുഖമായിട്ടുള്ള സാമൂഹിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകി വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ നാടിൻ്റെ EMSന്റെ പേരിലുള്ള ഈ വായനശാലയുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. സംഘാടക സമിതി ചെയർമാൻ P ശിവപ്രസാദ് അധ്യക്ഷനായി. സംഘാടക സമിതി ജനറൽ കൺവീനർ A നാരായണൻ സ്വാഗതം പറഞ്ഞു.
CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ CV കൃഷ്ണൻ, K രവീന്ദ്രൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV ബൽരാജൻ, ലൈബ്രറി കൗൺസിൽ ചെങ്കള പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ രാജേഷ് PV, പാടി വായനശാല സെക്രട്ടറി BK മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. മത്സരത്തിൽ ഷാർക്ക് പടന്നക്കാട് 1ാം സ്ഥാനവും AKG ആറാട്ടുകടവ് 2ാം സ്ഥാനവും ദേശാഭിമാനി ബേവിഞ്ച 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വാർഡ് മെമ്പർ P ശിവപ്രസാദ്, സംഘാടക സമിതി ജനറൽ കൺവീനർ A നാരായണൻ, കൺവീനർ BK മനോഹരൻ, ഹരീഷ് K തുടങ്ങിയവർ വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തുളുനാട് മാസിക 20ാം വാർഷികാഘോഷത്തിന്റെ നിറവിൽ അവാർഡ് ദാന പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തുളുനാട് മാസികയുടെ 20ാം വാർഷികവും അവാർഡ് ദാനവും പുസ്തക പ്രകാശനവും കാഞ്ഞങ്ങാട് MN സ്മാരക മന്ദിരത്തിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണചന്ദ്ര സ്മാരക വിദ്യാഭ്യാസ അവാർഡ് കാറടുക്ക ഹയർ സെക്കൻഡറി സ്കൂളിലെ ജ്യോതി കുമാരി പാണൂരിനും വിദ്യാലയത്തിനുള്ള അവാർഡ് കരിവെള്ളൂർ കൂക്കാനം UP സ്കൂളിനും സമ്മാനിച്ചു. MLA E ചന്ദ്രശേഖരൻ വിവിധ അവാർഡുകളുടെ വിതരണവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. ചടങ്ങിൽ TK സുധാകരൻ, KK നായർ, കൃഷ്ണൻകുട്ടി തായന്നൂർ എന്നിവരെ ആദരിച്ചു. MV രാഘവൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ C ബാലൻ, BV പ്രഭാകരൻ, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, അഡ്വക്കേറ്റ് TK സുധാകരൻ, TKD മുഴുപ്പിലങ്ങാട്, ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത്, ഹാരിസ് പെരിങ്ങോം, KK നായർ, TM സുരേന്ദ്രനാഥ്, N ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. കുമാരൻ നാലപ്പാടം സ്വാഗതവും SES നമ്പൂതിരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ ബധിര കായികമേള കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് മിനി സ്റ്റേഡിയത്തിൽ നടന്നു. ചെർക്കള മാർത്തോമ സ്കൂൾ ചാമ്പ്യന്മാരായി. 25ാമത് കാസർഗോഡ് ജില്ലാ ബധിര കായികമേള കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് മിനി സ്റ്റേഡിയത്തിൽ നടന്നു. കാസർഗോഡ് ജില്ലയിലെ 250ഓളം കായിക താരങ്ങൾ 40 ഇനങ്ങളിലായി മാറ്റുരച്ച മേളയിൽ 280 പോയിന്റ് നേടി ചെർക്കള മാർത്തോമ ബധിര വിദ്യാലയം ചാമ്പ്യന്മാരായി. നീലേശ്വരം ജ്യോതി ഭവൻ സ്കൂൾ 102 പോയിന്റ് നേടി റണ്ണേഴ്സ് അപ്പായി. മാർത്തോമ കോളേജ് 55 പോയിന്റ് നേടി മൂന്നാമതെത്തി. മേളയിലെ വിജയികൾ ജനുവരി മാസം തലശ്ശേരിയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന ബധിര കായികമേളയിൽ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിക്കും. കായികമേളയുടെ സമാപന സമ്മേളനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിജയികൾക്ക് ട്രോഫി സമ്മാനിച്ചു. മാർത്തോമ ബധിര വിദ്യാലയം മാനേജർ ഫാദർ മാത്യു ബേബി, ഹോസ്ദുർഗ് ജനമൈത്രി പോലീസ് ഓഫീസർ പ്രദീപ് P, ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫ് ദി ഡെഫ് സെക്രട്ടറി പവിത്രൻ T, കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗം അനിൽ ബംഗളം, കായികമേള കോഓർഡിനേറ്റർ ജോഷിമോൻ KT, സീനിയർ കായിക അധ്യാപകൻ മനോജ് പള്ളിക്കര, സിസ്റ്റർ ലൂസിക്കുട്ടി ജോസഫ്, KC ഐസക്, ജോയ് AR, സക്കീർ CH, ജോബി KL, മുഹമ്മദ് റഷാദ് AC, മുഹമ്മദ് ആമീൻ എന്നിവർ മേളയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അഖില കേരള യാദവ സഭ തൊടുപ്പനം യൂണിറ്റ് കെട്ടിടോദ്ഘാടനം നടന്നു. അനുമോദന സദസ്സും ആദരസഭയും സംഘടിപ്പിച്ചു. അഖില കേരള യാദവ സഭ തൊടുപ്പനം യൂണിറ്റിന് വേണ്ടി പണികഴിപ്പിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഇക്കഴിഞ്ഞ SSLC, +2, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ യൂണിറ്റ് പരിധിയിലെ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് K ശിവരാമൻ മേസ്ത്രി കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചു. യാദവ മഹാസഭ അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കേറ്റ് രമേശ് യാദവ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. യൂണിറ്റ് പ്രസിഡന്റ് A ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി KV ഗംഗാധരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. വയലപ്പുറം നാരായണൻ, KM ദാമോദരൻ, രാജേശ്വരി, ബാബു കുന്നത്ത്, അശോകൻ മധുരമ്പാടി, നാരായണൻ പൂച്ചക്കാട്, ചന്ദ്രൻ പെരിയ, കമലാക്ഷൻ മൊയോലം, അനിൽ അമ്പലത്തറ, കൃഷ്ണൻ മൊട്ടമ്മൽ, ചന്ദ്രൻ പരപ്പക്കെട്ട്, സുരേഷ് ബാബു കൂടാനം എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ M നാരായണൻ മഞ്ഞങ്ങാനം സ്വാഗതവും സ്വാഗത സംഘം ട്രഷറർ K ഗോപാലൻ ചാലിങ്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ചൌക്കി കുന്നിൽ ജംഗ്ഷൻ മുതൽ മയിൽപ്പാറ മജൽ ഉജിർക്കര റോഡ് പണി പൂർത്തിയാകും മുൻപേ തുറന്നുകൊടുത്തതായി പരാതി. പ്രതീകാത്മക ഉദ്ഘാടനം നടത്തി പ്രതിഷേധിച്ച് നാട്ടുകാർ. നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമം. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. ചെറുവത്തൂരിൽ ഭിന്നശേഷി വാരാചരണത്തിന് സമാപനമായി. നാടൻ പാട്ടരങ്ങും വിവിധ കലാസാംസ്കാരിക പരിപാടികളും വാരാചരണത്തെ വേറിട്ടതാക്കി. NVF ദേശീയ സമ്മേളനവും ജില്ലാ കുടുംബ സംഗമവും 15-ന് കാസർഗോഡ് നടക്കും. സരസ്വതി മഹാസ്വാമി ഉദ്ഘാടനം ചെയ്യും. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ 13-ന് പാട്ടുത്സവം ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ഓലയും കൊലയും കൊത്തൽ ചടങ്ങ് നടന്നു. കാസർഗോഡ് ജില്ലാ ബധിര കായികമേള കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് മിനി സ്റ്റേഡിയത്തിൽ നടന്നു. ചെർക്കള മാർത്തോമ സ്കൂൾ ചാമ്പ്യന്മാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.